Hi all, welcome to another session of Enlight IAS Topics Talk. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഗോപികയാണ്. ഇത്തവണ റാങ്ക് 185 കിട്ടിയ ഗോപിക. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റ്സ് ഗോപിക. താങ്ക് യു സർ. യെസ്. സോ അങ്ങനെ കുറേ ഒരു ഫൈറ്റിന് ശേഷം അതങ്ങ് മേടിച്ചെടുത്തു. സോ ഇപ്പം എന്താ ഫീലിംഗ് ലൈക്ക്? ഇപ്പം ഒരുപാട് സന്തോഷമുണ്ട് ആൻഡ് ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡും തോന്നുന്നുണ്ട്. കഴിഞ്ഞ ഇതെൻ്റെ സെക്കൻഡ് അറ്റംപ്റ്റ് ആണ്. അപ്പം ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് ഫിനിഷിംഗ് പോസ്റ്റ് വരെ എത്താൻ പറ്റിയില്ല. ഇപ്രാവശ്യം ഫൈനൽ ലിസ്റ്റിൽ വന്നു. അപ്പോൾ സന്തോഷമുണ്ട്. അതുപോലെ എല്ലാ ടീച്ചേഴ്സിനോടും സഹായിച്ച ഫ്രണ്ട്സിനോടും എല്ലാം എനിക്ക് ഒരുപാട് നന്ദി പറയാനുണ്ട്. ഓക്കെ, ശരിയാണ്. ഇപ്പം കഴിഞ്ഞ തവണ ഇൻ്റർവ്യൂ എത്തി അല്ലേ, അതുപോലെ തന്നെ ഇത്തവണ ഇതിലോട്ട് വന്നു. ഇത്തവണ അത് ക്രാക്ക് ചെയ്തു. ഒരു ഒരു റിലീഫ് പോയിൻ്റ് ഉണ്ട്. ശരിയാണ്. അപ്പോൾ എങ്ങനെ ലൈക്ക് ഇതിലോട്ടൊരു ഇൻസ്പിറേഷൻ തോന്നിയത്? ലൈക്ക് സിവിൽ സർവീസ് എടുക്കണം, അങ്ങനെ എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ പോയിന്റ് ഉണ്ടാവാറുണ്ടല്ലോ. എന്തായിരുന്നു അത്? കോളേജിൽ വെച്ച് ഞാനിങ്ങനെ ഇടയ്ക്ക് ആലോചിച്ചായിരുന്നു സിവിൽ സർവീസ് പഠിക്കണോ വേണ്ടേന്നൊക്കെ. പക്ഷേ എക്സാമിൻ്റെ ഒരു ഡിമാൻഡും ഡിഫിക്കൽട്ടിയും കാരണം ഞാൻ ആ സമയത്ത് വേണ്ട എന്ന് വെച്ചതാണ്. പക്ഷേ 2021 ഞാൻ പാസ് ഔട്ട് ആയതിനു ശേഷം ഞാൻ വിപ്രോയിൽ ജോയിൻ ചെയ്തായിരുന്നു IT ഫീൽഡിൽ വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ആ വർക്ക് ഫീൽഡിൽ ഇരുന്നപ്പോൾ എനിക്ക് തോന്നി I should do something more. ആൻഡ് എനിക്ക് പൊതുവേ ജിയോ പൊളിറ്റിക്സും ഇൻ്റർനാഷണൽ റിലേഷൻസിനോട് ഒരു താല്പര്യമുണ്ട്. അപ്പം ഫോറിൻ സർവീസിന് വേണ്ടി ശ്രമിച്ചാൽ കൊള്ളാം എന്നെനിക്ക് തോന്നി. അങ്ങനെ ഞാൻ 8 മാസം ജോലി ചെയ്തതിന് ശേഷം റിസൈൻ ചെയ്താണ് എൻലൈറ്റിലെ PCM ബാച്ചിൽ ചേരുന്നത്. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞല്ലോ ഫോറിൻ സർവീസിനോടും അല്ലെ ഫോറിൻ അഫയേഴ്സിനോടൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ. അപ്പോൾ നേരത്തെ ചെറുപ്പത്തിലൊക്കെ വായിക്കുമോ? പത്രം വായിക്കുമ്പോൾ അത് കൂടുതലായിട്ട് ശ്രദ്ധിക്കുമായിരുന്നോ? IR പേജസൊക്കെ? ഞാൻ ചെറുപ്പത്തിൽ പത്രം വായിക്കാറുണ്ടായിരുന്നു. പിന്നെ സ്കൂളിൽ ക്വിസ് കോമ്പറ്റീഷൻസിനൊക്കെ പങ്കെടുക്കാറുണ്ട്, ഡിബേറ്റ് കോമ്പറ്റീഷൻസിന് പങ്കെടുക്കാറുണ്ട്. അപ്പോൾ ഇത് ഒരു ജനറലി എനിക്ക് ഇൻട്രസ്റ്റ് തോന്നുന്ന ഒരു ഏരിയയാണ്. പിന്നെ ന്യൂസ് യൂട്യൂബിലാണെങ്കിലും IR റിലേറ്റഡ് ആയിട്ട് കാണാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ജെന്യുവൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏരിയ ആയതുകൊണ്ട് ഇത് പെർസ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. കോളേജ് CET ട്രാൻഡർ അവിടെ ഉണ്ടായിരുന്നോ ഇങ്ങനെ ലൈക്ക് സിവിൽ സർവീസ് ആയിട്ട് ഓറിയൻറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും? നമ്മുടെ കോളേജിൽ അങ്ങനെ കുറച്ച് സിവിൽ സർവീസ് ഓറിയൻറ്റേഷനും സിവിൽ സർവീസ് ക്ലബ്ബും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതിൻ്റെ ഒന്നും ഭാഗമല്ലായിരുന്നു. കാരണം ആ സമയത്ത് ഞാൻ ഇതിന് അത്ര സീരിയസ് ആയിട്ട് ചിന്തിച്ചിരുന്നില്ല. ഒരു ജോലി കിട്ടിയപ്പോഴാണ് നമുക്ക് നമ്മുടെ പാഷനെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിവ് വരുന്നതും നമുക്ക് അതിൻ്റെ കൂടെ വർക്ക് ചെയ്യണമെന്ന് തോന്നിയതും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചേഞ്ച് ചെയ്യുന്നത്. ഒരു ജോബിൽ നിന്ന് ഇങ്ങോട്ട് സ്വിച്ച് ചെയ്യുമ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു? ലൈക്ക് ഓൾമോസ്റ്റ് ലൈക്ക് ഒരു നല്ല ജോബാണ്, MNCയിലായിരുന്നു. അത് ക്വിറ്റ് ചെയ്തപ്പോൾ ലൈക്ക് ഇതിനകത്ത് ഇപ്പോൾ ഒരു അൺസർട്ടനിറ്റി എലമെന്റ് ഉണ്ട്. അപ്പം പേടിയുണ്ടായിരുന്നോ? നല്ല പേടിയുണ്ടായിരുന്നു. കാരണം നമ്മൾ നമുക്ക് സെർട്ടനിറ്റിയാണ് ജോബ് എന്ന് പറഞ്ഞാൽ. ജോബ് സെക്യൂരിറ്റി ഉണ്ട്, ശമ്പളമുണ്ട്. പക്ഷെ അതിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് നമ്മൾ ശമ്പളം ഇല്ലാതെ വീട്ടിൽ നിൽക്കുന്നതും അതൊരു ഡിഫിക്കൽട്ടി തന്നെയാണ്. പക്ഷെ അച്ഛനും അമ്മയും ഫുൾ സപ്പോർട്ട് ചെയ്തു. അവർ ഇങ്ങനൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും ഒരു 2 വർഷം 3 വർഷം ഒരു 2 അറ്റംപ്റ്റ് എന്തായാലും പരിശ്രമിക്കണമെന്നായിരുന്നു അവരുടെ ഒരഭിപ്രായം. അപ്പോൾ അങ്ങനെ ഒരു സപ്പോർട്ടുള്ള സ്ഥിതിക്കും എനിക്കങ്ങനെ ഒരു പ്രിവിലേജും ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന് നിൽക്കാനുള്ളത്. അപ്പോൾ ഞാൻ ആ ഡിസിഷൻ എടുക്കാൻ എനിക്ക് വേറൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായിരുന്നു. സോ ദാറ്റ് ബിക്കേം മോർ ഈസിയർ. അപ്പോൾ എങ്ങനെ എന്നിലോട്ട് വരാൻ പറ്റിയത്? ഞാൻ ഈ ജേർണി തുടങ്ങുന്ന സമയത്ത് ഒരുപാട് നമ്മൾ റിസർച്ച് ചെയ്യുമല്ലോ, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കണം, എവിടെ പഠിക്കണം എന്നൊക്കെ. അപ്പോൾ ഞാൻ കുറേ വായിക്കുമായിരുന്നു. അപ്പോൾ അതിൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ കുറിച്ചുള്ള എല്ലാവരുടെയും ഒരു അൺഫിൽറ്റേർഡ് ഒപ്പീനിയനാണ് എനിക്ക് യൂഷ്വലി തോന്നിയിട്ടുള്ളത്. അപ്പോൾ അവിടെ ഞാൻ മഹേഷ് സാറിനെ കുറിച്ചാണ് ഒരുപാട് വായിച്ചത്. അപ്പം എൻലൈറ്റ് IASനെ കുറിച്ച് അവിടെ ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങളും ഒരുപാട് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുന്ന ഒരു സ്ഥലമായിട്ടാണ് എൻലൈറ്റ് IASനെ പറഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നി എനിക്ക് ഈ എൻജിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും കൂടെ വരുന്നതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടെ അറ്റൻഷൻ വേണ്ടി വരും. ബിക്കോസ് നമ്മൾ ന്യൂമറിക്കൽ അങ്ങനത്തെ ഒരു ഇതിൽ നിന്ന് കുറച്ചും കൂടെ ഡിസ്ക്രിപ്റ്റീവ് എക്സാംസ് എഴുതുമ്പോഴത്തേക്ക് അതിനേതായിട്ടുള്ള അറ്റൻഷൻ്റെ ആവശ്യമുണ്ട്. അപ്പം അതെല്ലാം വായിച്ചപ്പോൾ എനിക്ക് എൻലൈറ്റ് ഒരു നല്ല ചോയ്സ് ആണെന്ന് തോന്നി. ഞാൻ ഇവിടുത്തെ ഏപ്രിലിലെ പ്രിലിംസ് കം മെയിൻസ് ബാച്ചിൽ ജോയിൻ ചെയ്യുമായിരുന്നു. അപ്പം പറഞ്ഞല്ലോ ലൈക്ക് ഇപ്പം ഈ കോറയിൽ വായിച്ചപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ ആ അറിവ് കറക്റ്റ് തന്നെയായിരുന്നോ എൻലൈറ്റോട്ട് വന്നപ്പോൾ? അതെ, കാരണം ഞാൻ ഏപ്രിലിൽ ജോയിൻ ചെയ്ത് ഞാനൊരു ഫുൾ ഇയർ ഇവിടെയാണല്ലോ പഠിച്ചത്. ഏപ്രിൽ 2022 ജോയിൻ ചെയ്തു. എന്നിട്ട് ഞാൻ അടുത്ത 2023 എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് കൊടുക്കുന്നത്. ആൻഡ് CSE 2023 പ്രിലിംസ് ഒരു ഡിഫിക്കൾട്ട് പ്രിലിംസും ആയിരുന്നു. ആൻഡ് അതെനിക്ക് ക്രാക്ക് ചെയ്യാൻ സഹായിച്ചത് എൻലൈറ്റിലെ കോച്ചിങ് തന്നെയാണ്.
എങ്ങനെയുണ്ടായിരുന്നു? അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഫിലിംസ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണോ പഠിച്ചത്, അതോ ഫിലിംസ് കം മെയിൻസ് എന്ന രീതിയിൽ തന്നെയാണോ പ്രിപ്പയർ ചെയ്ത് പോയത്? കാരണം ക്ലാസ് ഫിലിംസ് കം മെയിൻസ് ആയിരിക്കാം, പക്ഷെ അപ്പം നമ്മൾ പ്രിപ്പയർ ചെയ്തപ്പോൾ എങ്ങനെയാണ് പോയത്? ക്ലാസ് പ്രിലിംസ് കം മെയിൻസ് ആയതുകൊണ്ട് തന്നെ ഞാൻ ക്ലാസ്സസ് തന്നെയാണ് ഫോളോ ചെയ്തത്. അതാകുമ്പം നമ്മൾ സെപ്പറേറ്റ് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, ക്ലാസ്സസിൻ്റെ ടൈം ടേബിൾ ഫോളോ ചെയ്യുന്നതായിരിക്കും എളുപ്പം. അപ്പം ഞാൻ അങ്ങനത്തെ കുറച്ച് എളുപ്പമുള്ള കാര്യങ്ങൾ നമുക്കൊരു കോച്ചിങ് സെൻറ്ററിൽ ജോയിൻ ചെയ്താൽ കിട്ടും. സ്ട്രക്ചേർഡ് ആയിട്ടുള്ള മെറ്റീരിയൽ, സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ക്ലാസ്സസ്, സിലബസ് ഫുള്ളി കവർ ചെയ്യാൻ, അത് നമ്മൾ തന്നെ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഡിഫിക്കൽട്ടി ഉണ്ട്. അപ്പോൾ എൻലൈറ്റിൽ ഈ ക്ലാസ്സസ് എല്ലാം എനിക്ക് ഈസി ആയിട്ട് ആക്സസ് അവൈലബിൾ ആയിരുന്നു. മെറ്റീരിയൽസ് ഞാൻ ഇവിടുത്തത് തന്നെയാണ് ഉപയോഗിച്ചത്. ഫോർ എക്സാമ്പിൾ ഏൻഷ്യൻ ആൻഡ് മെഡീവലും മോഡേൺ ഇന്ത്യയുടെയും മെറ്റീരിയൽ, അതിന് ഭയങ്കര വിട്ടും ഭയങ്കര കട്ടിയുള്ള ബുക്സ് ആണ് നമ്മൾ സാധാരണ UPSC ഉള്ളത്. പക്ഷെ ഇവിടെ ആക്ച്വലി കണ്ടൻസ്ഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഉണ്ട്. ആ മെറ്റീരിയൽ പഠിച്ചാൽ മതി അത് നമുക്ക് പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ. അപ്പം ഞാൻ അത് തന്നെയാണ് ഫോളോ ചെയ്തത്. പിന്നെ ഇൻഡിവിജ്വൽ മെൻറ്റേഴ്സിൻ്റെ അറ്റൻഷനും ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടും കൂടി നോക്കാൻ ശ്രമിച്ചു. എന്നാൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ പ്രിലിംസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. അപ്പം മെയിൻസ് ആൻസേഴ്സ് ഒന്ന് പക്ഷേ ഇപ്പം എന്നെയൊക്കെ എഴുതി കാണിക്കുമായിരുന്നല്ലോ മെയിൻസ് ആൻസേഴ്സ്, അത് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് തന്നെയല്ലേ? കാരണം നമ്മൾ സോൾലി പ്രിലിംസ് എന്ന് പറയാൻ പറ്റുമോ ഫസ്റ്റ് അറ്റംപ്റ്റിൽ? അല്ല, സോൾലി പ്രിലിംസ് അല്ല, കാരണം ക്ലാസ്സിൽ മെയിൻസിന്റെ ടോപ്പിക്സ് എടുക്കുമായിരുന്നു. അപ്പം ആ ക്ലാസ്സസിൽ തന്നെ നമ്മൾ ക്ലാസ്സിലിരുന്ന് ചിലപ്പോൾ ആൻസേഴ്സ് എഴുതാറുണ്ട്, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് നമ്മൾ പിന്നെ ആൻസർ എഴുതി കാണിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഓൾറെഡി ഒരു ആർട്സ് ബാക്ക്ഗ്രൗണ്ട് അല്ലാത്തതുകൊണ്ട് ഒരു ഡിസഡ്വാൻറ്റേജ് ആയതുകൊണ്ട് ഞാൻ ഡിസ്ക്രിപ്റ്റീവായിട്ട് എഴുതാറുണ്ടായിരുന്നു. അപ്പോൾ അത് എഴുതി കാണിക്കുമ്പോൾ ഇവിടുത്തെ ടീച്ചേഴ്സ് എല്ലാം അതിനെ സഹായിക്കും, അതിനെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ മെയിൻസിലും ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നോക്കി. ഓക്കെ, അപ്പോൾ ഈ പ്രിലിംസിലോട്ട് വരുമ്പോൾ നമ്മൾ അവസാനത്തെ സമയമാകുമ്പോഴത്തേക്കും ഇത്ര നാളും പഠിച്ചു വെച്ച സാധനങ്ങൾ കണ്ടൻസ്ഡ് ആയിട്ടിരിക്കും അല്ലേ? കുറച്ച് ഈ പറഞ്ഞ കണ്ടൻസ് മാത്രമല്ല, ചിലത് ചെതറി കിടക്കുന്നു. അപ്പം ലൈക്ക് ചില സമയത്ത് തോന്നും എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയില്ല. അപ്പം റിവിഷൻ സെഷൻസ് ഒക്കെ ചെയ്യുമായിരുന്നു, അതോ സ്വയം ഫുൾ റിവൈസ് ചെയ്യുമായിരുന്നു? ഇവിടുത്തെ പ്രിലിംസ് ടെസ്റ്റ് സീരീസ് നല്ലപോലെ ഫോളോ ചെയ്യുമായിരുന്നു. അത് എല്ലാ ആഴ്ചയിലും നമുക്ക് സൺഡേ ഒരു സബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്താണ് പ്രിലിംസ് ടെസ്റ്റ് സീരീസ്. അപ്പോൾ ഞാനത് റിലീജിയസ്ലി ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ ആ ഒരു വീക്ക് മൊത്തം ഞാൻ ആ സബ്ജക്റ്റിൻ്റെ എല്ലാം പഠിച്ചിട്ടാണ് ആ വീക്കിലെ പ്രിലിംസ് ടെസ്റ്റ് സീരീസ് എഴുതുന്നത്. പിന്നെ നമുക്ക് പ്രിലിംസ് ടെസ്റ്റ് സീരീസ് കഴിയാറാവുമ്പം എൻലൈറ്റിലെ തന്നെ റിവിഷൻ സെഷൻസ് ഉണ്ട്. അപ്പോൾ ആ റിവിഷൻ സെഷൻസ് ഞാൻ നല്ലപോലെ ഫോളോ ചെയ്യും. ബിക്കോസ് അതിലാണ് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ അനാലിസിസ് വരുന്നത്. അതിൽ നിന്നാണ് നമ്മൾ UPSCയിൽ നമ്മൾ എവിടെ വരെ എത്തി, നമ്മുടെ പ്രിപ്പറേഷൻ കറക്റ്റ് പാത്താണോ എന്ന് നമ്മൾ അറിയുന്നത്. സോ അത് നല്ലപോലെ ഫോളോ ചെയ്യുമായിരുന്നു. പിന്നെ ഇവിടുത്തെ ഒരു റിവിഷൻ ടൈം ടേബിൾ ഉണ്ടെങ്കിലും ഞാൻ സ്വന്തമായിട്ടും ഒരു റിവിഷൻ ടൈം ടേബിൾ ഉണ്ടാക്കുമായിരുന്നു. പ്രിലിംസിന് മുമ്പേ എൻ്റെ ടാർഗറ്റ് എപ്പോഴും 3 റിവിഷൻ ചെയ്യണം എന്നാണ്. അപ്പം ഞാൻ അതിനനുസരിച്ച് 3 റിവിഷൻ്റെ സമയം കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്ത് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി ചെയ്യുമായിരുന്നു. അതിനകത്ത് ഞാൻ ചോദിച്ചിട്ട്, ഇപ്പം നമ്മളൊരു ഫോർ എക്സാമ്പിൾ ഒരു വിഷയം എടുക്കുന്നു, പൊളിറ്റി അല്ലെങ്കിൽ എക്കോണമി. അപ്പോൾ എക്കോണമി എടുത്തു കഴിഞ്ഞാൽ അത് ഞാൻ പഠിച്ചു പരീക്ഷയ്ക്ക് പിന്നെ പ്രിപ്പയർ ചെയ്ത് തീർത്തിട്ട് വരണം എന്നാണല്ലോ. അതിൻ്റെ രീതിക്ക് എന്തെങ്കിലും നമുക്ക് തന്നെ തോന്നും ലൈക്ക് മേ ബി 200-ൽ ഒരു 105 ആയിരിക്കും അല്ലെങ്കിൽ 110 ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമുക്ക് തോന്നും ചില ഏരിയാസ് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് എന്ത് ചെയ്യും, പിന്നെ ആ ഏരിയാസ് മാത്രമായിട്ട് എടുത്തിട്ട് പഠിക്കുമോ, അതോ അഗെയിൻ ഫുൾ ഫ്രം ദ സ്ക്രാച്ച് തന്നെ പിന്നെ നോക്കുമോ? സ്ക്രാച്ച് അല്ല, ഫ്രം ദ ഒന്നുകൂടെ ഫുൾ റിവിഷൻ നടത്തുമോ? യൂഷ്വലി ഞാൻ ഫസ്റ്റ് റിവിഷനാണ് ഒരു കോംപ്രിഹെൻസീവ് റിവിഷൻ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഇവിടുത്തെ നോട്ട്സ് പഠിക്കും, പിന്നെ കുറച്ച് മെറ്റീരിയൽ ഞാൻ എഴുതി വെച്ചിട്ടുള്ളത് അതും കൂടെ പഠിക്കും, പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിക്കും, ഇവിടുത്തെ ടെസ്റ്റ് സീരീസ് പഠിക്കും. ഇതാണ് ഞാനൊരു ഫുൾ റിവിഷൻ ആയിട്ട് കണക്കാക്കുന്നത്. സെക്കൻഡ് റിവിഷനും ഞാൻ ഇതിൻ്റെ ഒരു ഫോർമാറ്റിൽ ചെയ്യാൻ ശ്രമിക്കും. തേർഡ് റിവിഷൻ വരുമ്പം ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഞാൻ മിസ്റ്റേക്സിലായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. എവിടെയാണ് തെറ്റിയത്, എന്തെങ്കിലും കോൺസെപ്റ്റ്സിൽ എനിക്ക് ബേസ് വീക്കാണോ, അപ്പോൾ അതിനെ ഞാൻ കറക്റ്റ് ചെയ്യാനാണ് യൂഷ്വലി ശ്രമിക്കാറ്. ഓക്കെ, ശരി. ഇനിയിപ്പോൾ അതുപോലെ തന്നെ മെയിൻസിലോട്ട് വരുന്നു അല്ലേ? മെയിൻസിലോട്ട് വരുമ്പം അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഭാഗം ആൻസർ റൈറ്റിംഗ് തന്നെ. അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന് പ്രിലിംസ് കഴിഞ്ഞിട്ട്? സോ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ പ്രിലിംസ് കഴിഞ്ഞിട്ടാണ് മെയിൻസിൻ്റെ ഫുള്ളി പ്രിപ്പറേഷൻ ചെയ്യാൻ തുടങ്ങിയത്. അപ്പം അതിന് ഇവിടെ എൻലൈറ്റിൻ്റെ ലാസ്റ്റ് ലാബ് സെഷൻസ് ഉണ്ടായിരുന്നു. അപ്പം ഒരു വീക്കിൽ നമ്മൾ പ്രിലിംസ് ടെസ്റ്റ് സീരീസ് പോലെ മെയിൻസിൻ്റെ ടെസ്റ്റ് സീരീസും സൺഡേ ഒരു എക്സാം ആയിരിക്കും. അപ്പോൾ ആ വീക്ക് ത്രൂ ഔട്ട് നമുക്ക് എല്ലാ ദിവസവും വൈകിട്ട് ഒരു 30 മിനിറ്റ്സ് നമുക്ക് റൈറ്റിംഗ് പ്രാക്ടീസ് ഉണ്ട്. അപ്പോൾ ആ 5 ക്വസ്റ്റ്യൻസ് എന്നും നമ്മൾ എഴുതുന്നതിൽ തന്നെ നമ്മൾ ഒരുപാട് മെച്ചപ്പെടാറുണ്ട്. അപ്പോൾ അതാണ് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയത്. പിന്നെ ലാസ്റ്റ് ലാബ് സെഷൻസ് PYQ ബേസ്ഡ് ആയിരിക്കും. അപ്പോൾ PYQൻ്റെ ഒരു അനാലിസിസും അതിലൂടെ ഹെൽപ്ഫുൾ ആണ്. ലാസ്റ്റ് ലാബ് സെഷൻസിന് വേണ്ടി കുറേ സ്ട്രെയിൻ എടുത്ത ആളാണ്, അതെനിക്ക് ഓർമ്മയുണ്ട് അല്ലേ? പേട്ടേന്ന് ബ്ലോക്ക് മാറ്റി ഇവിടെ എത്തണം, ഓർമ്മയുണ്ടല്ലോ അല്ലേ?
അവസാനം പോലും അടുത്തിട്ട് കുറച്ച് ക്ലാസ്സുകൾ വീട്ടിലിരുന്ന് ചെയ്തു. ഓക്കെ, അപ്പോൾ അത് ശരിക്കും ഒരു ടേൺ ഔട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ, ഹെൽപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇനി പിന്നെ എല്ലാവരും സ്ഥിരം പോകുന്ന ഒരു ഏരിയയാണ് ലൈക്ക് ഇൻ്റർവ്യൂ. ഞാനത് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്നില്ല, എന്താ സ്ട്രൈക്കിംഗ് ആയിട്ട് ഇൻ്റർവ്യൂവിനെ കുറിച്ച് പറയാനുള്ളത്, ഇൻ്റർവ്യൂ പ്രിപ്പറേഷനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മൾ സ്വയം ചെയ്ത ഇൻ്റർവ്യൂവിനെ കുറിച്ചോ? ഇൻ്റർവ്യൂ ഈ പ്രോസസ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഇൻ്റർവ്യൂ ആണ്. ബിക്കോസ് എനിക്ക് പൊതുവേ സംസാരിക്കാൻ വലിയ താല്പര്യമുള്ള ഒരാളാണ്. അപ്പം ഇൻ്റർവ്യൂ അങ്ങനത്തെ ഒരു നമുക്ക് അതിന് വേണ്ടിയുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. സോ എനിക്ക് അതിൽ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയെന്ന് വെച്ചാൽ ഇപ്പം ഈ വർഷത്തെ മാർക്സ് ഇതുവരെ വന്നിട്ടില്ല. ബട്ട് ലാസ്റ്റ് ഇയർ എനിക്ക് ഞാൻ ക്വാളിഫൈ ആയില്ലെങ്കിലും എനിക്ക് മാർക്സ് ഇൻ്റർവ്യൂവിന് നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലെനിക്ക് തോന്നിയത് അവരൊരു നോളജ് ടെസ്റ്റ് അല്ല എന്ന് അതിൽ ആദ്യമേ പറയുന്നുണ്ട്. നമ്മുടെ പേഴ്സണാലിറ്റിയാണ് അവർ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂവിൽ ആ ഫസ്റ്റ് ഇൻ്റർവ്യൂവിൽ പോയ സമയത്ത് തന്നെ ഞാൻ അവിടെ വെച്ച് ക്വസ്റ്റ്യൻസ് എനിക്ക് അറിഞ്ഞുകൂടാത്ത ക്വസ്റ്റ്യൻസ് വന്നപ്പോൾ ഞാൻ കോൺഫിഡൻ്റ്ലി ഐ ഡോണ്ട് നോ എന്നാണ് പറഞ്ഞത്. പക്ഷെ അതവർ നെഗറ്റീവായിട്ട് എടുത്തതായിട്ടേ എനിക്ക് തോന്നിയില്ല. ബിക്കോസ് എനിക്കൊരു കാര്യം അറിഞ്ഞില്ലെങ്കിൽ അവർ വളരെ കോൺവെർസേഷണലാണ്. സോ ദേ വിൽ സേ വാട്ട് ഈസ് ദ ക്വസ്റ്റ്യൻ. അവർ ക്വസ്റ്റ്യൻ കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന് എനിക്കൊരു ഒപ്പീനിയൻ ഫോർമുലേറ്റ് ചെയ്യാനുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ മാറ്റി തരാറ് വരെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അവർ ദേ വോണ്ട് ടു ഗെറ്റ് ടു നോ അസ്. അപ്പം നമ്മുടെ പേഴ്സണാലിറ്റി അറിയാനാണ് അവരവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതിലും എനിക്ക് എൻലൈറ്റാണ് എന്നെ സഹായിച്ചത്. ബിക്കോസ് നോളജിന് മുകളിൽ എൻ്റെ മാനറിസങ്ങളും പിന്നെ പേഴ്സണാലിറ്റി റിഫൈൻ ചെയ്യാനും എന്ന് വെച്ചാൽ നമ്മുടെ അവിടെ ബെസ്റ്റ് കാണിക്കാനും സഹായിച്ചത് എനിക്ക് മഹേഷ് സാറാണ്. അപ്പോൾ പുള്ളി ഒരുപാട് 1-on-1 സെഷൻസ് എടുത്ത് ഇപ്പം ഞാൻ ചെറിയ മിസ്റ്റേക്സ് എൻ്റെ മുഖത്ത് വരുന്ന എക്സ്പ്രഷൻ വരെ കുറച്ച് മോഡുലേറ്റ് ചെയ്യാനൊക്കെ പഠിപ്പിച്ചത് മഹേഷ് സാറാണ്. മഹേഷ് സാർ ഫിലോസഫി ഓപ്ഷണൽസ് സാറിന് ടീച്ചറും കൂടെ ആയിരുന്നല്ലോ അല്ലേ? ഓപ്ഷണൽസിനെ കുറിച്ചൊന്ന് പറയുമോ? അപ്പം ഞാൻ ഓപ്ഷണൽ എൻലൈറ്റിൽ ജോയിൻ ചെയ്യുന്നത് എല്ലാവരും യൂഷ്വലി ഫിലോസഫിയാണ് എടുക്കുന്നത്. അപ്പം മഹേഷ് സാറാണ് പഠിപ്പിക്കുന്നതും. ഫസ്റ്റ് അറ്റംപ്റ്റിലും എനിക്ക് ഓപ്ഷണലിന് നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അപ്പം ബേസിക്കലി സാറിൻ്റെ മെറ്റീരിയൽ മാത്രം ഫോളോ ചെയ്താൽ മതി. അപ്പം അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ നമുക്ക് വേറെ എക്സ്ട്രാ ഒന്നും വായിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഓപ്ഷണൽ എനിക്ക് എപ്പോഴും ഒരു ഈസി പാത്തായിരുന്നു. ബാക്കി GS ആണ് എനിക്ക് കുറച്ചുകൂടി ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളത്. ഓപ്ഷണലിൽ എനിക്ക് എപ്പോഴും മഹേഷ് സാർ ഒരു പേഴ്സണൽ മെൻറ്ററായിട്ടും അവൈലബിൾ ആയിരുന്നു. അപ്പോൾ അതെല്ലാം എനിക്ക് എൻ്റെ ജേർണി കുറച്ചും കൂടി ഈസി ആക്കാൻ സഹായിച്ചു. ഓക്കെ, എന്താണ് ഇപ്പം ഇനിയുള്ള പ്രിപ്പയർ ചെയ്യുന്നവരുടെ പ്രിപ്പറേഷനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ബേസിക്സിൽ സ്ട്രോങ് ആക്കണം, ചിലർ പറയും ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കി വെക്കണം. അങ്ങനെ എന്താ ഒരു ജനറലി ഒരു മെസ്സേജ് എന്താ കൊടുക്കാനുള്ളത്? ജനറലി എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ഇങ്ങനെ കേട്ടിട്ട് നമ്മൾ എന്ന് വെച്ചാൽ ഇപ്പോൾ UPSC ഒരു ഔട്ട് ഓഫ് ദ ബ്ലൂ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അല്ലെങ്കിൽ നമുക്ക് അറിഞ്ഞുകൂടാത്ത എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിൻ്റെ പിറകെ നമ്മൾ പോകരുത്. ഓക്കെ, ഇതിൻ്റെ സോഴ്സ് ഏതാണെന്ന് നമ്മൾ അന്വേഷിച്ച് പോകരുത്. കാരണം ബേസിക്സിലായിരിക്കും കുറേ ക്വസ്റ്റ്യൻസ് ഉള്ളത്. അത് സോൾവ് ചെയ്താൽ നമുക്ക് പ്രിലിംസ് ക്രാക്ക് ചെയ്യാനുള്ള എപ്പോഴും അതിനകത്ത് കാണും. ആൻഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാവരും പഠിക്കണം. ബിക്കോസ് UPSC എപ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് ബേസ് ചെയ്ത് അതിനെ കുറച്ച് ചേഞ്ച് ചെയ്തും പിന്നെ കുറച്ച് കറണ്ട് അഫെയർസും അതും കൂടെ ആണ് ഇതിൻ്റെ ഒരു ബാലൻസ്. അപ്പോൾ എല്ലാ സോഴ്സിനെ നോക്കുന്നേക്കാളും നമുക്ക് കുറച്ച് സോഴ്സസ് കാണണം. അതിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് പഠിക്കണം. പിന്നെ എനിക്ക് തോന്നുന്നത് ലോങ് അവേഴ്സിനേക്കാളും എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്. പേഴ്സണലി എനിക്ക് 14-15 അവേഴ്സ് പഠിക്കാൻ പറ്റിയിട്ടില്ല. ഞാനൊരു 3 days ആണ് എൻ്റെ ജീവിതത്തിൽ എന്ന് വെച്ചാൽ 14-15 അവേഴ്സ് കണ്ടിന്യൂസ് പഠിക്കാൻ നോക്കിയത്. അപ്പോഴത്തേക്കും ഞാൻ അടുത്ത 2 ദിവസം വെറുതെ ഇരിക്കേണ്ടി സിസ്റ്റം ടയർഡായി. അപ്പം എനിക്കൊരു 10 to 12 hours ആണ്. 10 hours പഠിക്കുക, പിന്നെ 2 മണിക്കൂർ പത്രം വായിക്കുക. അതെനിക്ക് ഡൂവബിൾ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പം ഒരു 8 to 10 hours കൺസിസ്റ്റൻ്റ് ആയിട്ട് എന്നും കൊടുക്കുന്നതാണ് കൂടുതൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഐ വുഡ് പ്രിഫർ കൺസിസ്റ്റൻസി ഓവർ ലോങ് അവേഴ്സ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ആക്ച്വലി ഞാൻ ചോദിക്കാൻ മിസ്സായ കാര്യമുണ്ട്. ഇപ്പം ന്യൂസ് പേപ്പർ പറഞ്ഞപ്പോൾ ഓർത്തോന്ന് ചോദിക്കുക. ന്യൂസ് പേപ്പർ എഴുതി ഡെയിലി വായിക്കുന്ന ശീലം ഉണ്ടോ അറിയാം? അതെന്ന് വെച്ചിട്ട് നോട്ട് ഉണ്ടാക്കി വെക്കുമോ? ഞാൻ ന്യൂസ് പേപ്പറിൽ നിന്ന് പൊതുവെ നോട്ട് ഉണ്ടാക്കി വെക്കാറുണ്ട്. കാരണം കമ്പൈലേഷൻസ് വായിക്കാൻ ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ ന്യൂസ് പേപ്പറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഡെവലപ്മെന്റ്സ് വന്നാൽ അത് യൂഷ്വലി മെയിൻസിന് ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട്. അപ്പോൾ അതൊന്ന് ബ്രഷപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ അത് എഴുതിയിടാറുണ്ട്. പിന്നെ ഇന്റർവ്യൂവിൻ്റെ സമയത്താണെങ്കിൽ ന്യൂസ് പേപ്പർ എന്തായാലും വായിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അതിൽ IRൻ്റെ ന്യൂസ് എല്ലാം ഞാൻ എഴുതി വെക്കുമായിരുന്നു, അതിൻ്റെ അനാലിസിസ് ചെയ്യുമായിരുന്നു. അപ്പം ന്യൂസ് പേപ്പർ ഒരു നല്ല അത് കാണാറുണ്ട്. കാരണം ഇന്റർവ്യൂവിൽ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ജർമ്മനിയിൽ എന്ത് സംഭവിച്ചു ചോദിച്ചാലും ഇവിടെ പോളണ്ടിൽ എന്ത് സംഭവിച്ചു ചോദിച്ചാലും ഉത്തരം പറയുമായിരുന്നു. അത് ഭയങ്കര ഷാർപ്പായിരുന്നു അല്ലേ? ന്യൂസ് പേപ്പർ നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതൊരു എല്ലാവർക്കും ഉള്ളൊരു മെസ്സേജാണ്. ന്യൂസ് പേപ്പർ കാണണം, വായിക്കണം, അതിന് പറ്റുമെങ്കിൽ നോട്ട് ഉണ്ടാക്കി വെക്കണം.
സോ ഗോപിക ലൈക്ക് ഞാൻ ഇൻ്റർവ്യൂ ഭയങ്കരമായിട്ട് നീട്ടുന്നില്ല. ലൈക്ക് താങ്ക് യു ഫോർ ദ സെഷൻ. തിരക്കുകളുണ്ടെന്ന് അറിയാം. സോ താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു.